ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചേക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എല്ലാവർക്കും ഡോളർ നഷ്ടമാവുന്നു, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഡോളർ നഷ്ടമാവുന്നു. അത് എങ്ങനെയാണ് പോകുന്നത്, എന്തുകൊണ്ടാണ് പോകുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ പേർക്കുണ്ട്. അപ്പോൾ ഒരുവിധം ഒരു പുതിയ യൂട്യൂബർ ആയാലും ശരി, ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫേമസ് ആയ ഒരു യൂട്യൂബർ ആയാലും ശരി, എല്ലാവരെയും സംബന്ധിച്ച് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ് റവന്യൂ കാണിച്ചത് നഷ്ടമാകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ചാണ്, അതിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കവർ ചെയ്യുന്ന ടോപ്പിക് ഇതൊക്കെയാണ്. ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഡോളർ എങ്ങനെയാണ് പോകുന്നത്, അത് പോവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള ഡോളർ അത് പോയതിനു ശേഷമുള്ള ഡോളർ കാണിക്കുന്ന ഡോളർ അത് പോകുമോ, അത് തിരിച്ചെങ്ങനെ കിട്ടും, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, യൂട്യൂബേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ഡേറ്റുകൾ. ഓക്കെ, എന്നതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യൂട്യൂബിന്റെ ഡോളർ പോകുന്നു എന്ന് പറയുന്ന എല്ലാവർക്കും അത് എങ്ങനെ പോയി എന്നാണ് ആദ്യം അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂട്യൂബിലെ ഡോളർ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്ക് കിട്ടിയ ഡോളർ നമ്മൾ പോയി എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് ടൂളാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് യൂട്യൂബിന്റെ അനലിറ്റിക്സ് എന്നുള്ളതും, രണ്ടാമത് YT സ്റ്റുഡിയോ എന്നുള്ള ആപ്ലിക്കേഷനും. ഓക്കെ, ഈ രണ്ട് ആപ്ലിക്കേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഡോളർ നഷ്ടമായി എന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്താണ്? ഓക്കെ, മെയിനായിട്ട് ഇതിൽ പറയുന്നത് തന്നെ നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും. ഇതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. YT സ്റ്റുഡിയോയിലായാലും ശരി, യൂട്യൂബിന്റെ അനലിറ്റിക്സ് ആയാലും ശരി, രണ്ടിലും എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് എസ്റ്റിമേറ്റഡ് റവന്യൂ. YT സ്റ്റുഡിയോയിലും എഴുതിയിട്ടുണ്ട്, അത് യൂട്യൂബിന്റെ അനലിറ്റിക്സ് ചെയ്തിട്ടുണ്ട്. രണ്ട് സ്ഥലത്തും എഴുതിയിട്ടുണ്ട് യുവർ എസ്റ്റിമേറ്റഡ് റവന്യൂ, അതല്ല അപ്പോൾ നമ്മുടെ ആക്ച്വൽ റവന്യൂ. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ജസ്റ്റ് ഒരു എസ്റ്റിമേറ്റഡ് റവന്യൂ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ റവന്യൂ എന്താണ്? ഓക്കെ, അത് നമുക്ക് നമ്മുടെ തുടർന്നുള്ള വീഡിയോയിൽ കാണുക, അത് പറയുന്നുണ്ട്. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇത് പോവാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നമ്മളിപ്പോൾ ഈ നമ്മുടെ ഇമേജ് കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒന്നുമില്ല. ടു ഡു ലിസ്റ്റ് അത് ബ്ലാങ്ക് ആണ്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഓക്കെ, അത് എസ്റ്റിമേറ്റഡ് റവന്യൂയിൽ നിന്നും ആക്ച്വൽ റവന്യൂ കാൽക്കുലേഷൻ്റെ സമയത്ത് എന്തായാലും ഈ ഒരു ഡിഫറൻസ് വരുന്നതായിരിക്കും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ബാക്കിയുള്ള ഡോളർ പോവോ. ഓക്കെ, ഈ ഡോളർ നമ്മളിപ്പോൾ പറഞ്ഞ എസ്റ്റിമേറ്റഡ് റവന്യൂ കാൽക്കുലേറ്റ് സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഡോളർ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ വന്നതിന് ബാലൻസ് ഉള്ള എമൗണ്ട് നമ്മുടെ ബാലൻസ് കാണിച്ചിരിക്കുന്ന എമൗണ്ട് അത് പോവോ. ഓക്കെ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോ ആണ്. പക്ഷേ നിങ്ങളത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, അതിൽ കുറച്ച് എസ്സും കൂടിയുണ്ട്. ഓക്കെ, പോകാനും പോകാതിരിക്കാനും ചാൻസ് ഉണ്ട്. അത് രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് മെയിനായിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, ഒന്ന് എന്ന് പറയുന്നത് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയും, ആ മാസം തന്നെ 10-ാം തീയതി മുതൽ 30-ാം തീയതി വരെയും. ഓക്കെ, ഒരു 30 ദിവസമുള്ള ഒരു മാസമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ. ഓക്കെ, 10-ാം തീയതി വരെയാണ്. ഈ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ആണ് മെയിനായിട്ട് നമ്മുടെ ഈ റവന്യൂ നഷ്ടമാകുന്നത്. ഓക്കെ, ഈ സെയിം മാസത്തിൽ തന്നെ 10-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഈ സമയത്ത് നമുക്ക് റവന്യൂ നഷ്ടമാകില്ല. ഓക്കെ, മെയിനായിട്ട് നമ്മുടെ പൈസ ഈ പറഞ്ഞ ഡോളർ കാണിക്കുന്നത് നഷ്ടമാകുന്നത് എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയും, 10-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ളത് കാണിക്കുന്നതിൽ നഷ്ടമാകില്ല. അപ്പോൾ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് മെയിനായിട്ട് നഷ്ടമാകുന്നത്. അതെങ്ങനെയാണ് നഷ്ടമാകുന്നത്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തുടർന്നുള്ള വീഡിയോയിൽ തുടർന്നുള്ള പറയുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, തിരികെ എങ്ങനെ കിട്ടും. ഓക്കെ, ഈ പോയ ഡോളർ നമുക്ക് ഇനി എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും, അതായത് ഈ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ പോകുന്ന ഡോളർ എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. ആക്ച്വലി അത് കിട്ടില്ല. ആ ഡോളർ പോയതാണ്, അത് യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് നമുക്ക് നഷ്ടമായത് തന്നെയാണ്. അത് സ്പാം ആയി പോകുന്നു. സ്പാം കുറേ കാറ്റഗറി ഉണ്ട്. ഓക്കെ, സ്പാം ഉണ്ട്, എസ്റ്റിമേറ്റഡ് റവന്യൂ ടു ആക്ച്വൽ റവന്യൂ കാൽക്കുലേഷനിൽ കുറേ കാൽക്കുലേഷൻ വന്നതിന് ശേഷം വരുന്ന എമൗണ്ട് ആണ്. അത് നമുക്ക് തിരിച്ച് കിട്ടാനുള്ള യാതൊരു ഓപ്ഷൻസും ഇല്ല. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഡേറ്റുകളെ സംബന്ധിച്ചാണ്. ഓക്കെ,
ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഡേറ്റുകൾ, 4 സെറ്റ് ഓഫ് ഡേറ്റ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഒന്ന് എല്ലാ മാസവും 1 മുതൽ 30 വരെ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ജനുവരി 1 തൊട്ട് ജനുവരി 31 വരെ. ഓക്കെ, രണ്ടാമത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത്, അതായത് അടുത്ത മാസം 1 മുതൽ 10 വരെ. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫെബ്രുവരി 1 മുതൽ 10 വരെ. ഓക്കെ, അതിനുശേഷം വരുന്നത് 10 മുതൽ 15 വരെ. ഓക്കെ, അത് ഒരു എക്സാമ്പിൾ തന്നെ, ഫെബ്രുവരി 10 മുതൽ 15 വരെ. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് അതിനുശേഷമുള്ള മാസം, അതായത് ജനുവരിയിൽ ഉള്ള റവന്യൂവിന്റെ ഇത് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ചിലാണ്. ഓക്കെ, ഇങ്ങനെ 3 കാൽക്കുലേഷൻ ഞാൻ നെക്സ്റ്റ് എന്നാണ് എടുത്തത്. ഓക്കെ, അതായത് ഒരു എന്താ പറയാ, ഒരു അടുത്ത മാസം എന്ന് ഉദ്ദേശിച്ചത് മാത്രമേ ഉള്ളൂ പറഞ്ഞത്, അല്ലാണ്ട് ചെറുതെ കോമഡി ആയിട്ട് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മെയിൻ ആയിട്ട് കാൽക്കുലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവരി മന്ത് 1 മുതൽ 10 വരെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ എല്ലാ മാസവും 1 മുതൽ 30 വരെ, അല്ലെങ്കിൽ 1 മുതൽ 31 വരെ കിട്ടിയ റവന്യൂ ആണ് അവർ യൂട്യൂബിനകത്ത് നമ്മുടെ അനലിറ്റിക്സിലായാലും ശരി YT സ്റ്റുഡിയോയിലായാലും ശരി കാണിക്കുന്നത്. ഓക്കെ, ഈ കാണിക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ മാസവും നെക്സ്റ്റ് മന്ത്, അതായത് എല്ലാ മാസവും 1 10 ഇടയിലായിരിക്കും ഈ എസ്റ്റിമേറ്റഡ് റവന്യൂ ടു ആക്ച്വൽ റവന്യൂ കാൽക്കുലേഷൻ നടക്കുന്നത്. ഈ എസ്റ്റിമേറ്റഡ് റവന്യൂ ടു ആക്ച്വൽ റവന്യൂ കാൽക്കുലേഷൻ നടക്കുന്ന സമയത്താണ് എല്ലാവരും പറയുന്നത് ഡോളർ പോയി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ, അതായത് എല്ലാ മാസവും 1 മുതൽ 10 വരെ, അതിന്റെ തലേ മാസത്തെ, അതിന്റെ തൊട്ട് മുമ്പത്തെ മാസത്തെ എസ്റ്റിമേറ്റഡ് റവന്യൂ ടു ആക്ച്വൽ റവന്യൂ കാൽക്കുലേഷൻ ആയിരിക്കും നടക്കുന്നത്. ആ നടന്നതിന് ശേഷമുള്ള റവന്യൂ ഡോളർ, അതിന് ശേഷമുള്ള ഡോളർ ആയിരിക്കും 10 മുതൽ 15 വരെ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കുന്നത്. അതായത് ഈ 10 ഈ എസ്റ്റിമേറ്റഡ് റവന്യൂ ടു ആക്ച്വൽ റവന്യൂ കാൽക്കുലേഷന് ശേഷം ഉള്ള എമൗണ്ട്, ബാലൻസ് ഒരു $10 ഉണ്ടെന്ന് വെച്ചോ, ആ $10 നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് 10 15 ഇടയിലായിരിക്കും ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ മാസവും 1 തൊട്ട് 30 വരെയുള്ള റവന്യൂ നെക്സ്റ്റ് മന്ത് 1 10 ഇടയിൽ ആക്ച്വൽ റവന്യൂ കാൽക്കുലേഷൻ നടക്കുന്നു. ആക്ച്വൽ റവന്യൂ കാൽക്കുലേഷൻ നടന്നതിന് ശേഷം 10 15 ഇടയിൽ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഓക്കെ, ഈ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയ എമൗണ്ട്, ക്രെഡിറ്റ് ആയ ഡോളർ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ബാങ്ക്, അതായത് നമ്മുടെ ഒരു ത്രഷോൾഡ് ഉണ്ട്, അതായത് $100 നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, $100 മുകളിൽ ഉണ്ടെങ്കിൽ ആഡ്സെൻസ് ആ പർട്ടിക്കുലർ ഡോളർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ, അതായത് നമ്മുടെ ഫെബ്രുവരിയിൽ കിട്ടിയ റവന്യൂ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ആഡ്സെൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് മാർച്ച് 20 മാർച്ച് 30 ഇടയിലായിരിക്കും. ഓക്കെ, അതായത് നമുക്ക് ജനുവരിയിൽ കിട്ടിയ, ഇവിടെ കാണിക്കുന്നത് ജനുവരിയിൽ കിട്ടിയ നമ്മൾ ഏൺ ചെയ്ത എമൗണ്ട് അവർ ഫെബ്രുവരിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഫെബ്രുവരി 15 ആഡ്സെൻസ് അക്കൗണ്ടിൽ സെൻഡ് ചെയ്ത് മാർച്ച് 20 30 ഇടയിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റുകൾ ആഡ്സെൻസും അല്ലെങ്കിൽ യൂട്യൂബും ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഡേറ്റ്. ഈ പർട്ടിക്കുലർ ടൈം ഫ്രെയിമിലായിരിക്കും നമുക്ക് ഡോളർ പോയി നമ്മൾ എപ്പോഴും പറയുന്ന സമയം, അതായത് 1 10 ഇടയിലായിരിക്കും ഈ ഡോളർ പോയി എന്ന് എല്ലാവരും പറയുന്നത്. അതിനിടയിൽ ഡോളർ യാതൊരു കാരണവശാലും പോകില്ല. ഓക്കെ, ഇത് പോകുന്നത് കറക്റ്റ് ഈ പറഞ്ഞ പോലെ 1 10 ഇടയിലായിരിക്കും. അത് എസ്റ്റിമേറ്റഡ് റവന്യൂ ടു ആക്ച്വൽ റവന്യൂ കാൽക്കുലേഷനിൽ വരുന്ന ഡിഫറൻസ് ആണ്. കറക്റ്റ് ആയിട്ട് നമ്മൾ YT സ്റ്റുഡിയോയിലായാലും ശരി അനലിറ്റിക്സിലായാലും ശരി കാണിച്ചിരിക്കുന്നത് എസ്റ്റിമേറ്റഡ് റവന്യൂ മാത്രമാണ്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നത് ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു എസ്റ്റിമേറ്റഡ് റവന്യൂ ടു ആക്ച്വൽ റവന്യൂ കാൽക്കുലേഷനിലാണ് എല്ലാവരും ഡോളർ നഷ്ടമായി എന്ന് പറയുന്നത്. അത് ഈ ചെറിയൊരു യൂട്യൂബറായാലും ശരി, പിന്നെ നമ്മളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സ് ആയാലും ശരി, വലിയ യൂട്യൂബേഴ്സ് ആയാലും ശരി, ഈ ഒരു ഡോളർ നഷ്ടമാകുന്നത് എല്ലാവരെയും സംബന്ധിച്ച് നടക്കുന്ന ഒരു കേസാണ്. ഈ സെയിം സംഭവം തന്നെ വെബ്സൈറ്റിന്റെ കേസുകളായാലും ശരി. ഇപ്പോൾ ആഡ്സെൻസ് ഫോർ വെബ്സൈറ്റ് ഉണ്ട്, യൂട്യൂബിനുള്ള പോലെ തന്നെ വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിന്റെ കേസിലായാലും ശരി, ഇത് സെയിം ഒരു എസ്റ്റിമേറ്റഡ് റവന്യൂ ടു ആക്ച്വൽ റവന്യൂ കാൽക്കുലേഷൻ നടക്കുന്നുണ്ട്. ആ നടന്നതിന് ശേഷമുള്ള എമൗണ്ട് മാത്രമായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായത് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേപറ്റി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി അടിച്ചേക്കുക. ആ ബെൽ ബട്ടൺ അടിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു ആൻഡ് ബൈ.